ഹായ് ഹോൾ വെൽക്കം ടു AICT ആസ്ട്രാക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. ഇന്നത്തെ വീഡിയോയിലൂടെ ഏതെല്ലാം പൊസിഷനിൽ ഒരു സിവിൽ എഞ്ചിനീയറിന് വർക്ക് ചെയ്യാമെന്നും റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഐ ബട്ടണിൽ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ പോയി കാണാം. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഒരു പൊസിഷനായിരുന്നു സർവേയർ എന്നുള്ളത്. എന്താണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളതും നമ്മൾ ആ ഒരു വീഡിയോയിലൂടെ സംസാരിച്ചിരുന്നു. നമ്മളെ സർവേയർ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ചെയ്യുന്നത് നമ്മളെ ക്ലയൻറ്റ് വന്ന് സംസാരിച്ച് എന്താണോ അവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് ആ ഒരു പ്ലോട്ടിൻ്റെ സൈറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് മാനുവലായിട്ട് നമ്മളൊരു സൈറ്റിൽ മെഷർമെൻ്റ് എടുത്തുകൊണ്ട് അതിൻ്റെ സൈറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സൈറ്റ് പ്ലാൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലൂടെ നമുക്ക് സൈറ്റ് സർവേ ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്നതാണ് ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട്, ചെയിൻ സർവേ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള GPS സർവേ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സിമ്പിളായിട്ട് ഒരു വീടിൻ്റെ വർക്കിനൊക്കെ വേണ്ടി നമ്മൾ മാനുവലായിട്ട് മെഷറിംഗ് ടാപ്പ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ആ ഒരു സൈറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ചെയ്യാം, നമ്മളെ സൈറ്റ് പ്ലോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ബൗണ്ടറീസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു സൈറ്റ് വിസിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സൈറ്റ് നമ്മൾ ജസ്റ്റ് റഫായിട്ട് നമ്മുടെ പേപ്പറിൽ വരച്ചെടുക്കുക. അതുപോലെ തന്നെ കോമ്പസ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ നോർത്ത് ഡയറക്ഷൻ ഏതാണോ അതും മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ എപ്പോഴും ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നോർത്ത് ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ഡ്രോയിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് റഫായിട്ട് നമുക്ക് അത് തന്നിരിക്കുന്ന ബൗണ്ടറീസ് ഏതെല്ലാം ആണോ അത് നമ്മൾ ജസ്റ്റ് റഫായിട്ട് നമ്മുടെ പേപ്പറിൽ ഒരു ഡ്രോയിങ് ആക്കി വരയ്ക്കുക. നമുക്ക് ഒരു ബൗണ്ടറി ഉള്ളത് 4 പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4 പോയിൻ്റ് ഏതൊക്കെയാണ് ബൗണ്ടറി നമുക്ക് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുന്നത് എന്നുള്ളത് നമ്മൾ വിഷ്വലായിട്ടുള്ളത് വെച്ചുകൊണ്ട് നമുക്കൊരു റഫായിട്ട് ഒരു പ്ലാൻ വരയ്ക്കുക ആ സൈറ്റിൻ്റെ ബൗണ്ടറിയുടെ. ഇതാണ് നമുക്ക് 4 പോയിൻ്റ് ആണുള്ളത്. 1 2 3 4 ഈ 4 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ റഫായിട്ടുള്ളൊരു ഡ്രോയിങ് നമ്മൾ വരച്ചിട്ടുണ്ട്. ചില പ്ലോട്ടുകൾക്ക് 4 ആവില്ല, 5 6 ഒക്കെ എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് എന്നുള്ളത് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അതിൻ്റെ അടുത്ത സ്റ്റേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു 1 to 2 എത്രയാണോ അതിൻ്റെ ലെങ്ത് വരുന്നത് അത് മെഷർ ചെയ്യും. ഒരു ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു 1 to 2 എന്നുള്ളത് 16 മീറ്റർ ആണുള്ളത്. അതിനുശേഷം നമ്മൾ 2 to 3 10 മീറ്റർ അതും നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം 3 to 4 16.28 മീറ്റർ ആണ്. 1 to 4 എന്ന് പറയുന്നത് 13 മീറ്റർ ആണ്. ഇവിടെ ഈ ഒരു ബൗണ്ടറിയുടെ ലെങ്ത് എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടിയല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോയിങ് നമുക്ക് ഓട്ടോകാഡിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനായിട്ട് നമുക്ക് ഇത്ര ഡാറ്റ മതിയോ നമുക്ക് വരക്കാൻ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ഏത് മെത്തേഡിൽ നമുക്ക് വരക്കാൻ കഴിയും ഓട്ടോകാഡിൽ? ഒന്നെങ്കിൽ നമുക്ക് ആംഗിൾ കിട്ടണം അല്ലേ. അപ്പം ആംഗിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ഒന്നെങ്കിൽ തിയോഡോലൈറ്റോ അതല്ലെങ്കിൽ ടോട്ടൽ സ്റ്റേഷനോ മറ്റേതെങ്കിലും ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അല്ലേ. അതല്ല എന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡിൽ നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അടുത്തതായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു 1 to 3 എന്നുള്ള ലെങ്ത്തും കൂടി മെഷർ ചെയ്യുക. അതായത് 18.87 മീറ്റർ ആണ് അത് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ ഓട്ടോകാഡിൽ വരക്കുമ്പോൾ ഈ ഒരു റെഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ പോയിന്റ്സും കറക്റ്റായിട്ട് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ കിട്ടേണ്ടതുണ്ട്. ആംഗിൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളത് കിട്ടില്ല. നമുക്ക് സ്ക്വയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് അറിയാം 4 കോർണറും 90 ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇത്തരത്തിൽ നമ്മളൊരു പ്ലോട്ട് വരക്കുമ്പോൾ അത്തരത്തിൽ നമുക്ക് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 18.87 എന്ന് മീറ്ററിലുള്ളത് എടുത്തത്. അതുപോലെ തന്നെ നമ്മൾ 2 to 4 എന്നുള്ള മെഷർമെൻറ്റും 20.62 മീറ്റർ എന്നുള്ളതും നമ്മൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. സൈറ്റ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു റഫായിട്ട് നമ്മളെ പേപ്പറിൽ ഡാറ്റാസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെന്താണ് ചെയ്യേണ്ടത്, ഈ ഒരു ഡാറ്റാസ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഓട്ടോകാഡ് ഈ ഒരു സൈറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് നോക്കാം അടുത്ത വീഡിയോയിലൂടെ എങ്ങനെയാണ് ആ ഒരു സൈറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്.